ഇപ്പോഴേറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഊക്ക് മേടിച്ചോണ്ടിരിക്കുന്ന ഒരു മഹത് വനിതേനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ വനിത പേരുകേട്ട പ്രഗത്ഭയാണ്, പ്രഗത്ഭ. ഒന്ന് കണ്ടിട്ട് വാ ആ വനിതയുടെ വീരപരാക്രമങ്ങൾ. എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്? അമ്മ അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛൻ. എന്താ പറയേണ്ടത്? ഈ ഡയലോഗ് പറഞ്ഞതിന്റെ പേരില് നമ്മളെ ദിയ കൃഷ്ണകുമാർ ഓടി നടന്ന് എല്ലാവരിൽ നിന്നും ഊക്ക് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിന്നെ ഊക്കാനോ അതിനൊന്നും ഒന്നും അല്ല വന്നത്. മോളെ, ഈ അമ്മയെന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഈ ലോകത്തില് ഏറ്റവും വലിയൊരു വാക്കാണ് ആ അമ്മ എന്ന് പറയുന്ന ആ രണ്ടക്ഷരം. അതിപ്പോ നമ്മുടെ അമ്മയാണെങ്കിലും വേറൊരാളുടെ അമ്മയാണെങ്കിലും അമ്മയാണ്. ഒന്ന് നീ മനസ്സിലാക്കേണ്ടത്, നീയും ഒരമ്മയാണ്. നിനക്കും ഒരു കുട്ടിയുണ്ട്, നീയും ഒരമ്മയായി. നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മയെ തന്നെയാണ് ഇഷ്ടം, കറക്റ്റാണ്. പക്ഷെ നമ്മൾ ചെന്ന് കയറുന്ന വീട്ടില് അവിടെ ഇരിക്കുന്ന ആ അമ്മയുണ്ടല്ലോ, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അമ്മ, അതും നിന്റെ അമ്മയാണ്. മനസ്സിലായില്ലേ? ചിലര് നമ്മൾ അമ്മയെന്ന് വിളിക്കും, അല്ലെങ്കിൽ മാമി എന്ന് വിളിക്കും. നമ്മുടെ തിരുവനന്തപുരം ഭാഷയിലൊക്കെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ മാമി, അമ്മായി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ എന്റെ വൈഫ് എന്റെ ഉമ്മയെ വിളിക്കുന്ന ഉമ്മ എന്നാണ്, എന്റെ വാപ്പയെ വിളിക്കുന്ന വാപ്പ എന്നാണ്. അപ്പൊ ദിയ, നിന്നെ ഞാൻ കുറ്റം പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ മൂത്തവരിൽ നിന്ന് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ്. അച്ഛനും അമ്മയിൽ നിന്നും മുത്തശ്ശിയിൽ നിന്ന്, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇത് കണ്ടു പഠിക്കുന്നത്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ വേണ്ടി. അത് നിന്നെ ഞാൻ കുറ്റം പറയില്ല. കാരണം നിന്റെ വീട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ നിനക്കിത് പറഞ്ഞു തരാൻ ആരുമില്ലാത്തതിന്റെ പ്രശ്നമായിരിക്കാം. അപ്പൊ അമ്മയെന്ന് പറയുന്നത് നമുക്ക് ആരെ വേണമെങ്കിലോ അമ്മയെന്ന് വിളിക്കാം. വഴിയിൽ പോകുന്ന ഒരു അമ്മ, വയസ്സായ ഒരു അമ്മ അതിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവരെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവരുടെ മുഖത്ത് പിരിയുന്ന ആ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, അതൊരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? അമ്മ എന്ന വാക്ക് അത് ഇത്ര തെറ്റായ ഒരു വാക്കൊന്നും അല്ല, നീ ഇത്ര പുച്ഛിച്ച് തള്ളാൻ വേണ്ടിയിട്ട്. നീയും ഒരമ്മയാണ്, നിനക്കൊരമ്മയുണ്ട്. മനസ്സിലായില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കൃഷ്ണകുമാർ അണ്ണന്റെ മോളല്ലേ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഒരു ആകെ പറഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറയണ, നീയും ചാണകം ഞാനും ചാണകം മൊത്തത്തിൽ ചാണകം എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഒഴിച്ചു കഴിഞ്ഞാൽ മൂപ്പരാള് ഓക്കെയാണ്. പക്ഷെ ആ മൂപ്പരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് മക്കളുണ്ട്, എന്തെങ്കിലും വള്ളിക്കെട്ട് പിടിച്ചോണ്ട് വരും. ആ മൂപ്പരെയും കൂടെ ആൾക്കാരെ കൊണ്ട് തെറി പേടിപ്പിച്ചു. എന്തിനാണ്? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണേ, എന്തിനാണെന്ന്. ആ